വർക്കല നഗരസഭയിലേക്ക് നോമിനേഷൻ നൽകാൻ CPI പണം ആവശ്യപ്പെട്ടെന്ന ആരോപണം. LDF സ്ഥാനാർത്ഥിയായി നേരത്തെ തീരുമാനിച്ച ജയചന്ദ്രനാണ് ആരോപണം ഉന്നയിച്ചത്. പുന്നമൂട് 31-ാം വാർഡിലാണ് സംഭവം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ജയചന്ദ്രന്റെ തീരുമാനം. സ്ഥാനാർത്ഥി ആദ്യം നിർദ്ദേശം കൊടുത്ത സ്ഥാനാർത്ഥിയെ തള്ളിക്കളഞ്ഞാൽ എന്തെങ്കിലും കാരണത്താൽ പാർട്ടിക്കാണ് അതിന്റെ ആവശ്യം മറ്റൊരാളെ മത്സരിക്കുക എന്നുള്ളത്. അപ്പം പാർട്ടിക്ക് അതിനൊരു ആളെ കണ്ടെത്താൻ പോലും ശേഷിയില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞു എനിക്ക് സാധ്യമല്ല, അതിന്റെ ബാധ്യതകൾ വഹിക്കുന്നു എന്നുള്ളത് അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സോഴ്സ് ഒരാളിനെ കണ്ടെത്തി വച്ചിരിക്കുന്നതുകൊണ്ട് എന്റെ അടുത്ത് രാഷ്ട്രീയമായിട്ട് പെരുമാറി എന്നെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. സനിസ ചേരുന്നുണ്ട്. സനിസ, എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ജയചന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നത്? സച്ചിൻ, വർക്കല നഗരസഭയിലേക്ക് ആദ്യം LDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തരത്തിൽ ജയചന്ദ്രൻ. പുന്നമൂട് 31-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായി മുൻ കൗൺസിലറായിരുന്ന ജയചന്ദ്രനെ ആണ് LDF പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത് CPM കൗൺസിലറായിരുന്ന ജയചന്ദ്രനെ CPIയുടെ സീറ്റിൽ മത്സരിക്കാനും LDF യോഗത്തിൽ തീരുമാനമാവുകയായിരുന്നു. എന്നാൽ നോമിനേഷൻ നൽകാൻ CPI നേതാക്കൾ ഈ ജയചന്ദ്രനോട് പണം ആവശ്യപ്പെടുകയും നിബന്ധനകൾ വെക്കുകയും ചെയ്തതോടെ സ്ഥാനാർത്ഥിക്ക് സീറ്റ് നഷ്ടമാവുകയായിരുന്നു. പത്രിക തയ്യാറാക്കാൻ CPI ഓഫീസിലേക്ക് തന്നെ വിളിപ്പിച്ചെന്നും ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടെന്നും കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടെന്നുമാണ് ജയചന്ദ്രന്റെ ആരോപണം. പത്രിക തള്ളിയാൽ പകരം മത്സരിക്കേണ്ട ഡമ്മി സ്ഥാനാർത്ഥിയെ ജയചന്ദ്രൻ തന്നെ കണ്ടെത്തണമെന്നും CPI നേതാക്കൾ പറഞ്ഞതായി ജയചന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ജയചന്ദ്രന്റെ തീരുമാനം. സച്ചിൻ, ശരി.